നമസ്കാരം. മാർച്ച് 29-നാണ് മഹാശനിമാറ്റം വരുന്നത്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം കൂടിയാണ് ശനി. അതുകൊണ്ട് തന്നെ 30 വർഷമെടുത്താണ് സൂര്യനെ ശനി വലയം വയ്ക്കുന്നത്. ഇപ്പോൾ ശനി മാർച്ച് 29-ന് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ചില നക്ഷത്രക്കാർക്ക് വളരെയേറെ ആശ്വാസത്തിൻ്റെ സമയമാണ്. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതായി വരും. അപ്പോൾ ഏഴര ശനി, കണ്ടകശനി ഒക്കെ തുടങ്ങുന്നുണ്ട്. എന്നാലും ഈ രാശി പകർച്ചയൊക്കെ ഉണ്ടാകുമ്പോഴും നാമജപാദികൾ കൊണ്ട് ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കും എന്നതാണ്. അപ്പോൾ ശനിയെ പ്രസാദിപ്പിക്കാനുള്ള വഴിപാടുകൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതാണ്. മഹാദേവ ക്ഷേത്ര ദർശനം നടത്തണം, ശാസ്താ ക്ഷേത്ര ദർശനം, ഗണപതി ക്ഷേത്ര ദർശനം, അതേപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നാമജപാദികളിലൂടെ അല്പം ദോഷങ്ങൾ ഉള്ള ആളുകൾക്ക് മുന്നോട്ട് പോകേണ്ടതാണ്. ഇതിനൊക്കെ എടുത്തു പറയേണ്ട കാര്യം നാമജപം തന്നെയാണ്. മറ്റൊന്നിനും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. നാമജപം വളരെയധികം, അത് ഇന്ന നക്ഷത്രക്കാർക്ക്, കണ്ടകശനി വരുന്നവർക്കോ ഏഴര ശനി വരുന്നവർക്കൊന്നുമില്ല. എല്ലാ ആളുകൾക്കും നല്ല സമയമാണെങ്കിലും ഭഗവാനെ നമ്മൾ എത്രത്തോളം അറിഞ്ഞു പ്രാർത്ഥിക്കുന്നു അത്രത്തോളം ആ നല്ല സമയത്തിൻ്റെ നേട്ടങ്ങൾ നമ്മളിലേക്ക് എത്തുകയും, ഒരു ദോഷ സമയമാണെങ്കിലും ഭഗവാനെ നമ്മൾ തുടർന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഭഗവത് നാമങ്ങൾ ചൊല്ലി അദ്ദേഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദോഷങ്ങളാണെങ്കിൽ പോലും ആ ദോഷങ്ങൾ നമ്മളിലേക്ക് തൊട്ടുതേണ്ടി പോകുകയില്ല, നമ്മളുടെ അയലത്ത് വരികയില്ല. അത് നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ഭാഗ്യം നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളടുത്ത് മഹാദേവ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ, അതേപോലെ ശാസ്താ ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, ഹനുമാൻ സ്വാമി ക്ഷേത്രം, ഇതൊക്കെ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും വരാൻ പോകുന്ന സമയവും അതിനിടയ്ക്ക് ചില നക്ഷത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. അതിലുപരി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത സമയങ്ങളാണെങ്കിൽ ഭവനത്തിൽ തന്നെ ഇരുന്ന് മന്ത്രജപത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. രാവിലെയും വൈകിട്ടും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക. ആ നിലവിളക്ക് മുടങ്ങാതെ മുന്നോട്ട് തെളിയിച്ച് അത് ഈ ഒരു സമയങ്ങളിലല്ല എപ്പോഴും ഒരു ഭവനത്തിൻ്റെ പോസിറ്റിവിറ്റിക്കും ആ ഭവനത്തിൽ ഈശ്വരാധീനം ചൈതന്യമൊക്കെ നിറയുന്നതിനും ആ ഭവനത്തിലുള്ള ആളുകൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിലും നിലവിളക്ക് തെളിയിക്കുന്നത് വളരെയേറെ അത്യാവശ്യമാണ്. നിലവിളക്ക് തെളിയിച്ചാൽ മാത്രം പോരാ, പണ്ടുള്ള ആളുകൾ പറയുന്ന പോലെ എല്ലാവരും ചേർന്നിരുന്ന് വേണം നാമം ജപിക്കുവാൻ. ഇന്നത്തെ കാലത്ത് അതൊന്നും സാധ്യമാവുകയില്ല. എല്ലാവരും വിദേശത്തും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവിടെ ഇവിടെയായി പല സ്ഥലങ്ങളിൽ ജോലിയൊക്കെ ചെയ്യുന്നതിനാൽ തന്നെ വീട്ടിൽ ഉള്ള മുതിർന്ന ആളുകൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. എവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയായാലും ദൂരെയുള്ള മക്കൾക്കായാലും ഒക്കെയും സൗഖ്യം വരണേ ലോകത്തിന് തന്നെ. അതുകൊണ്ട് തന്നെ പറയുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും സൗഖ്യം വരണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് നിലവിളക്കിൻ്റെ ഒരു വളരെ വലിയ പ്രാധാന്യമാണ്. കൂടാതെ ഈ മഹാശനിമാറ്റം വരുമ്പോൾ ഒരുപാട് നക്ഷത്രക്കാർക്ക് നേട്ടവും വരുന്നുണ്ട്. ചില നക്ഷത്രക്കാർക്ക് അല്പം ഗുണദോഷ സമ്മിശ്രം, അതും ഗുണവും കൂടുതൽ വരുന്നില്ല ദോഷവും കൂടുതൽ വരുന്നില്ല. ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ നിങ്ങളുടെ മനസ്സിലെ ഭയങ്ങളെ ഒക്കെ മാറ്റാനായിട്ടാണ് ഇവിടെ നാമജപം പറയുന്നത്. നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക. അടുത്ത ശിവക്ഷേത്രം, ഗണപതി ക്ഷേത്രം, ശാസ്താ ക്ഷേത്രം, ഹനുമാൻ സ്വാമി ക്ഷേത്രം, ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെയും ഉള്ള ഒരു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എവിടെ ചെന്നാലും നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാനോട് നമ്മുടെ വേദനകൾ പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം ചില നക്ഷത്രക്കാർ ഇങ്ങനെയുള്ള ക്ഷേത്ര ദർശനം, അതായത് നമുക്ക് നീരാഞ്ജനമൊക്കെ നടത്തി മുന്നോട്ട് പോകേണ്ടത്, ആ എന്തെങ്കിലുമൊക്കെ അല്പം ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തട്ടിത്തെറിച്ച് പോകുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ 12 രാശിക്കാരെ ആളുകളുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. അശ്വതി, ഭരണി, കാർത്തിക മേടം രാശിയിൽ വരുന്ന ആളുകൾക്ക് ഏഴര ശനിയാണ്. നിങ്ങൾ ശനിപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ജന്മശനി വരുമ്പോൾ അല്പം രോഗ സാധ്യതകളൊക്കെ വരുന്നുണ്ട്. അതായത് ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിലും അല്പം രോഗങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശാസ്താവിനെയും ഭജിക്കണം. അതേപോലെ തന്നെ മഹാദേവ ക്ഷേത്ര ദർശനവും അത്യാവശ്യമാണ്. നിങ്ങളെപ്പോഴും നമഃശിവായ എന്ന ഒരു മന്ത്രജപം നിങ്ങളുടെ ചുണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ എപ്പോഴും വേണം. നമഃശിവായ ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന ആ കട്ടിലിൽ ചെന്നിരുന്നിട്ട് ഒരു 11 തവണ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് എത്ര 108 തവണ ജപിക്കാമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. നല്ല രീതിയിൽ ഇങ്ങനെ നമഃശിവായ നമഃശിവായ, അത് വളരെ വലിയ പാടുകളൊന്നുമില്ല. നമ്മുടെ ചുണ്ടിനും നമ്മുടെ ഹൃദയത്തിന് എളുപ്പമായിട്ടുള്ളൊരു മന്ത്രജപം തന്നെയാണ്. അപ്പോൾ ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. അതേപോലെ തന്നെ ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയൊക്കെ ദർശനം നടത്തി അവരെ പ്രസാദിപ്പിക്കാനും അയ്യപ്പ സ്വാമിയും പ്രാർത്ഥിച്ച് നീരാഞ്ജനമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്.
അടുത്തത് ഇടവം രാശിക്കാരായ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം വരുന്ന ആളുകൾക്ക് ആശ്വാസത്തിൻ്റെ കാലഘട്ടമാണ് മാർച്ച് 29 മുതൽ തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾക്ക് കണ്ടകശനിയുടെ ഉപദ്രവം മാറുന്നുണ്ട്. അപ്പോൾ 11ാം ഇടത്തിലാണ് ഇനി ശനി. പ്രാർത്ഥനകൾ കുറയ്ക്കാതെ തന്നെ മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ മീനത്തിലെ ശനിക്ക് 5ാം ഭാവത്തിലേക്ക് കൂടി ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് ചില ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ണിൽ തട്ടാനുള്ളത് പുരുകത്ത് തട്ടി പോകുന്നതാണ്. എങ്കിലും എടുത്തു പറയുന്നു, എല്ലാ നക്ഷത്രക്കാരും ഈ സമയത്ത് പ്രാർത്ഥന അനിവാര്യമാണ്. ഭാഗ്യമുള്ളവരെന്നോ ഭാഗ്യം കുറഞ്ഞവരെന്നോ അങ്ങനെയൊന്നും വ്യത്യാസമില്ലാതെ ഏവരും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രാർത്ഥന, ക്ഷേത്രദർശനം. മിഥുനം രാശി, മകയിരം 2ാം പകുതി ഭാഗം, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന ആളുകൾ, നിങ്ങൾ തൊഴിൽ മേഖലയിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും അല്പം ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 10ാം ഭാവമാണ് എപ്പോഴും കർമ്മസ്ഥാനമായി പറയുന്നത്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കർമ്മമേഖലയിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനം, ശാസ്താഭജനം അത്യാവശ്യമാണ്. ശബരിമല ദർശനം, ഗണപതി ക്ഷേത്ര ദർശനം, ശനീശ്വര ഹനുമാൻ ഭജനം, ഇതൊക്കെയും വളരെയേറെ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. ഒരു പരിധിവരെ അനുകൂലമായ സമയം തന്നെയാണ്. ദുരിതങ്ങൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുകയാണ്. കുറച്ച് നാൾ അനുഭവിച്ച എല്ലാവിധ ബിസിനസ് തകർച്ചകൾ പോലും ഇനി നിങ്ങൾക്ക് ബിസിനസ്സിൽ വീണ്ടും ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ്. ശനി വളരെ ഗുണം തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. അല്പം സഹോദര സ്ഥാനീയരുമായിട്ട് അല്പം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ചെറുതായി കാണുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യമായുള്ള സംസാരങ്ങൾ നമ്മളുടെ സഹോദരങ്ങളായിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ടും അനാവശ്യ സംസാരത്തിനോ വാഗ്വാദങ്ങൾക്കോ ഒന്നും പോകാതിരിക്കാനൊരു ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടുന്നതാണ്. മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിയിൽ വരുന്ന ആളുകൾക്ക് മാറ്റം വരുന്ന സമയമാണ്. ആശ്വാസകരമായ സമയമാണ്. കണ്ടകശനിയുടെയൊക്കെ ദുരിതം മാറുകയാണ്. കാര്യ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറുകയും വസ്തുവോ വീടോ ഒക്കെ വിൽക്കാനും വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. വിവാഹത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറി ഇനി ഗുണകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന കന്നി രാശിക്കാർക്ക് കുടുംബ ബന്ധങ്ങളെ അല്പം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ആദികളും വ്യാധികളും ഒക്കെ വരാനുള്ള, അതായത് മനസ്സുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്പം ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം ശബരിമല ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ അടുത്ത ശാസ്താസ്വാമി ക്ഷേത്ര ദർശനം ഉണ്ടെങ്കിൽ അതും നടത്തേണ്ടതാണ്. ശനിയാഴ്ച ദിവസം ശാസ്താവിന് വേണ്ടുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന് നിങ്ങളെ വളരെയേറെ സഹായിക്കുന്നതാണ്. ചിത്തിര, ചോതി, വിശാഖം, തുലാം രാശിക്കാർക്കും ഇത് വളരെ കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോകുന്ന സമയമാണ്. തൊഴിലിൽ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ, ഏത് ജോലിയിൽ ചെയ്യുമ്പോഴും പ്രവേശിക്കുമ്പോഴും തടസ്സം കാരണം ചില ജോലി ഉപേക്ഷിച്ച് വന്ന ആളുകളൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ മാറാൻ പോവുകയാണ്. വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ്. ശത്രുദോഷം നിമിത്തം ഒരുപാട് വലഞ്ഞിട്ടുണ്ട്. അത് ചില ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഉപദ്രവങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെയും മാറുന്ന സമയമാണ്. മിത്രങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. നല്ല കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കാനായി പോകുന്നത്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കും നല്ല സമയമാണ്. മനക്ലേശങ്ങൾ അല്ലെങ്കിൽ സന്താനങ്ങളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യമോർത്ത്. അതുകൊണ്ട് നിങ്ങൾ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാൻ ശിവനെ നന്നായി പ്രാർത്ഥിക്കുക. കൂടാതെ ഗണപതി ക്ഷേത്ര ദർശനവും നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. വളരെ നല്ല സമയമാണ്. സന്താനങ്ങളെ ഓർത്തുള്ള വിഷമങ്ങൾ മാറും. സന്താനത്തിൻ്റെ വിവാഹ കാര്യങ്ങൾ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വിവാഹത്തിന് ശേഷം കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെ ഓർത്ത്, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മക്കളെ ഓർത്തുള്ള നിങ്ങളുടെ വിഷമങ്ങളൊക്കെയും മാറാൻ പോവുകയാണ്. നിങ്ങൾ വിഷമിക്കുന്ന മക്കളെ ഓർത്തുള്ള കാര്യങ്ങൾ അവർക്ക് വിജയം ലഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷമം മക്കളെ ഓർത്തുള്ളത് ഇനി ഉണ്ടാകേണ്ട കാര്യമില്ല. നേട്ടത്തിൻ്റെ സമയമാണ്. ഗണപതി ക്ഷേത്ര ദർശനം നടത്തിയാൽ മതി. കൂടാതെ മഹാദേവനെയും കൂടി പ്രാർത്ഥിച്ച് മഹാദേവ ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ്. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക്
അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്പം മനസ്സമാധാനക്കേട്, വിദ്യാഭ്യാസ സംബന്ധമായ അല്പം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ളതിനാൽ നിങ്ങൾ കഴിവതും പ്രാർത്ഥന മുടക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തുക, മഹാദേവനെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയും പ്രാർത്ഥിച്ച് ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതുപോലെ തന്നെ ഹനുമാൻ ചാലിസയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അല്പം അത്യാവശ്യമായ ഒരു സമയം കൂടിയാണ്. വളരെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പോലും അല്പം കുടുംബത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിന് മുന്നേ ഗണപതി ഭഗവാനെ ചെന്ന് കാണുക, മഹാദേവനെയും പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം ഏത് കാര്യത്തിനും പുറപ്പെടുവാൻ. ഉത്രാടം, തിരുവോണം, അവിട്ടം, മകരം രാശിക്കാർക്ക് ക്ലേശങ്ങൾ ഒക്കെ മാറി സമാധാനം ലഭിക്കാൻ പോകുന്ന സമയമാണ്. വ്യാഴപകർച്ച വരുമ്പോൾ ചെറിയ അല്പ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം, എങ്കിലും ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. അല്പം സഹോദര്യ സ്ഥാനീയരായിട്ടുള്ള ആളുകൾക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ മഹാദേവനെ പ്രാർത്ഥിക്കുക, നമഃശിവായ മന്ത്രം ജപിക്കുക, മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവ ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുക, കൂളത്തിൽ മാല സമർപ്പിച്ച് കൂളത്തിൽ ഉണ്ട് നിങ്ങൾക്ക് തന്നെ മാല കെട്ടാൻ സാധിക്കുമെങ്കിൽ മാല കെട്ടി ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു പരിഹാരമായി പറയാനുള്ളത്. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളിൽ നിന്നൊക്കെ വളരെ വലിയൊരു മാറ്റം, മനസ്സമാധാനമൊക്കെ ലഭിക്കും. എങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളതിനാലാണ് മഹാദേവ ഭജനവും പ്രാർത്ഥനയും ഒക്കെ വേണമെന്ന് പറഞ്ഞത്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി, കുംഭം രാശിക്കാർക്ക് കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾക്കും അല്ലെങ്കിൽ രോഗദുരിതങ്ങൾക്കുമൊക്കെ അല്ലെങ്കിൽ അലസതയ്ക്കുമൊക്കെ മാറ്റം വരാൻ പോവുകയാണ്. ഒരു മോചനം ലഭിക്കാൻ പോവുക. ഒരുപാട് ആകെ അങ്ങ് അലസതയായിരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മാറ്റം വരാൻ പോവുകയാണ്. ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാണ്. 2ലെ ശനിയാണ്, അതുകൊണ്ട് തന്നെ അല്പം ധനച്ചെലവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ദുർച്ചിലവുകൾ, അതായത് ചില അനാവശ്യ ചിലവുകളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ അത് നിങ്ങൾ നിയന്ത്രിക്കുക. നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഗണപതി ക്ഷേത്ര ദർശനം, മഹാദേവ ക്ഷേത്ര ദർശനം, ഭജനം, എപ്പോഴും മന്ത്രോച്ചാരണം, നമഃശിവായ മന്ത്രോച്ചാരണം നിങ്ങളുടെ നാവിലും ഹൃദയത്തിലും ഒക്കെ ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സമയം കൂടിയാണ്. നേട്ടവുമാണ്, ഭാഗ്യമാണ്. കഴിഞ്ഞൊരു 5 വർഷമായി അനുഭവിച്ച ദുരിതങ്ങളൊക്കെ മാറുകയാണെങ്കിലും ഈശ്വര ഭജനം മുടക്കാതിരിക്കുക. മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി അവർക്ക് ജന്മരാശിയാണ്. അപ്പോൾ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും വളരെ വലിയ ബുദ്ധിമുട്ടുകളിലേക്കും അത് പോകുന്നതല്ല. ജന്മശനിയുടെ കഷ്ടതയിൽ നിന്നുള്ള രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ശനി ദുഷ്ടന്മാരെ മാത്രമേ ഉപദ്രവിക്കുകയുള്ളൂ, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായതിനാൽ നിങ്ങൾക്കത് ദുഃഖിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യമില്ല. നല്ല മനസ്സും പ്രവൃത്തിയും ഉള്ളവരെ ഒരിക്കലും ശനി ബുദ്ധിമുട്ടിക്കുകയില്ല എന്നതാണ് സാരം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരികയില്ല, കാരണം നല്ല മനസ്സും പ്രവൃത്തിയുമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ ഭജനം മുടക്കാതിരിക്കുക, അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അയ്യപ്പ ക്ഷേത്ര ദർശനത്തോട് തന്നെ ഒപ്പം തന്നെ പ്രാധാന്യം വേണം മഹാദേവ ക്ഷേത്ര ദർശനവും നടത്തുക. ഏത് കാര്യത്തിനും പോകുന്നതിന് മുൻപേ ഒരു ഇൻ്റർവ്യൂവിനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിവാഹ കാര്യത്തിന് ഒരു പെണ്ണ് കാണാൻ പോവുകയാണെങ്കിൽ അതിൽ ചെറുക്കം കാണാൻ വരുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ വേഗം തന്നെ അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി ആ ഭഗവാന്റെ അനുഗ്രഹവും അദ്ദേഹത്തോട് നമ്മൾ പറയുക വേണം, ഞാൻ ഒരു നല്ല കാര്യത്തിന് പോകാൻ പോവുകയാണ്, എന്നെ തുണയായി കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥന. നമ്മൾ എത്രത്തോളം ഇതായിട്ടാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നത്, അതിനോട് അല്ലെങ്കിൽ അതിലുപരിയായി കണ്ട് ക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. ഒരു പ്രധാന കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനം നടത്തിയാൽ അതിൻ്റെ കൂടെ പവർ നിങ്ങൾക്ക് ആ പ്രവൃത്തിയിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എത്ര ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഈശ്വര ഭജനത്തിലൂടെ, ക്ഷേത്ര ദർശനത്തിലൂടെ, ആരാധനയിലൂടെ സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.